പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. ഡൗ ജോൺസ് 83 പോയിൻറ്റും S&P 39 പോയിൻറ്റും നസ്ഡാക്ക് 249 പോയിൻറ്റും നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. നസ്ഡാക്ക് വലിയ നെഗറ്റീവാണ്, ഏകദേശം 1% മുകളിലാണ് നസ്ഡാക്ക് നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി 37 പോയിൻറ്റ് നെഗറ്റീവാണ്. യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ മാർക്കറ്റിൽ മിക്കവാറും ഒരു ഗ്യാപ്പ് ഡൗണിനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോവാം. ഡേ ക്യാൻഡിൽ ഇന്നലത്തെ ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേരിഷ് ക്യാൻഡിലാണ്. ഓക്കെ, മാർക്കറ്റ് ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിൻ്റെ ഷോർട്ട് ടൈം ട്രെൻഡ് എന്ന് പറയുന്നത് ഇപ്പോഴും നെഗറ്റീവാണ്. പക്ഷേ നെഗറ്റീവ് ആണെങ്കിലും ഈ 4 ക്യാൻഡിലിൻ്റെ വിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം മാർക്കറ്റ് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് താഴോട്ട് വന്നുവെങ്കിലും ഒരു ഷോർട്ട് കവറിങ്ങിന് ശ്രമിച്ചു, പക്ഷേ നടന്നിട്ടില്ല. ഏകദേശം ഇന്നലത്തെ ആ ഒരു ഹൈയിൽ വെച്ച് തന്നെ വീണ്ടും റിജക്ഷൻ വന്നു. ഈ 4 ക്യാൻഡിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാൻഡിൽ ഏറ്റവും നമുക്ക് കഴിഞ്ഞ 4 ദിവസമായിട്ട് ബേറിഷ് ക്യാൻഡിലാണ് വരുന്നത്. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേറിഷ് ക്യാൻഡിലാണ് വരുന്നത്. പക്ഷേ ഈ 4 ക്യാൻഡിലും ബൈയിങ് പ്രഷർ ഉണ്ടായിട്ടുണ്ട് ഇല്ലേ. ഈ ഫസ്റ്റ് ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് താഴോട്ട് വന്നിട്ടാണ് പിന്നെ തിരിച്ച് മുകളിൽ കയറിയിട്ട് റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും താഴെ വിക്ക് വന്നിട്ടുണ്ട്, കാരണം അവിടെ നിന്ന് ബൈയിങ് പ്രഷർ വന്നിട്ടുണ്ട് ബോട്ടത്തിൽ. ഈ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ബോട്ടത്തിൽ ബൈയിങ് പ്രഷർ വന്നിട്ടുണ്ട്, ടോപ്പിൽ സെല്ലിംഗ് പ്രഷർ വന്നിട്ടുണ്ട്. ഇന്നലത്തെ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ബൈയിങ് പ്രഷറും വന്നിട്ടുണ്ട്, സെല്ലിംഗ് പ്രഷറും വന്നിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിന് ഇപ്പോഴും ഒരു ഡയറക്ഷൻ ഇല്ല. നമുക്ക് ഇൻട്രാഡേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോവർ ടൈം ഫ്രെയിമിൽ ഡൗൺ ട്രെൻഡാണ് കാണിക്കുന്നത്. പക്ഷേ ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റിനൊരു ഡയറക്ഷൻ ഇല്ല. താഴോട്ട് പോകണോ മുകളിലോട്ട് പോകണമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും, കാരണം അവിടെ സെല്ലേഴ്സും ബയ്യേഴ്സും ഒരുപോലെ മാർക്കറ്റിൽ എല്ലാ ദിവസവും ആക്റ്റീവാണ്. താഴോട്ടും കൊണ്ടുപോകുന്നുണ്ട്, മുകളിലോട്ടും കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ മാർക്കറ്റിലെന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും ഒരു റിക്കവറി വരാം. കാരണം ഇൻഡിസിഷൻസ് ആണ്, പക്ഷേ മാർക്കറ്റ് താഴോട്ട് വരുന്നുണ്ട്. എപ്പോഴാണോ മാർക്കറ്റിൽ നല്ലൊരു ബൈയിങ് പ്രഷർ വരുന്നത് അല്ലെങ്കിൽ സെല്ലേഴ്സ് വീക്കാവുന്നത്, ആ സമയത്ത് മാർക്കറ്റിൻ്റെ മുകളിലോട്ട് എപ്പോൾ വേണമെങ്കിലും കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതിന് ഉദാഹരണമാണ് ഇന്നലെ വന്നിട്ടുള്ള മാർക്കറ്റിൽ പെട്ടെന്നും ഉണ്ടായിട്ടുള്ള ഒരു ഷോർട്ട് കവറിങ്. അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഫുൾ ബോഡി റെഡ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലോങ് ടൈമിലോട്ട് അല്ലെങ്കിൽ ഒരു 1000-1500 പോയിൻ്റൊക്കെ താഴോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വലിയ റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യണം. പക്ഷേ അതിനുള്ള റീസൺസ് ഒന്നും മാർക്കറ്റിൽ നിലവിലില്ല. അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത് ഇന്നലെ ആ ഒരു ഷോർട്ട് കവറിങ് വന്നിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഫസ്റ്റ് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ടായിരുന്നു. ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ പിന്നെ അടുത്ത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇവിടെ നമ്മൾ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൈസ് ആക്ഷനിൽ 2 ബേസ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. അവിടെ ഒരു ഡിമാൻഡ് സോണായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അവിടെ നിന്നാണ് മാർക്കറ്റ് കഴിഞ്ഞ 2 ദിവസവും ഒരു റിക്കവറിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിൽ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഏരിയ ആണ്. ഇന്നത്തെ ക്യാൻഡിലും ഇന്ന് നല്ലൊരു ഗ്രീൻ ക്യാൻഡിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്നൊരു വീണ്ടും ഹയർ ടൈം ഫ്രെയിമിൽ വീണ്ടും പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഏകദേശം 25,500 മുകളിൽ ചിലപ്പോൾ പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യും ഹയർ ടൈം ഫ്രെയിമിൽ. ഇന്നത്തെ ക്യാൻഡിൽ നല്ല സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിലാണ് ക്ലോസിങ് വരുന്നതെങ്കിൽ അടുത്ത് മിക്കവാറും 25,500 മുകളിലോട്ട് മാർക്കറ്റ് ഈ ആഴ്ചയിൽ തന്നെ ചിലപ്പം ഇപ്പം ബുധൻ 3 ദിവസം കൂടെ ഉണ്ട്. ചിലപ്പോൾ 3 ദിവസം കൊണ്ട് തന്നെ ഇത്രയും റിക്കവർ ആവാനുള്ള സാധ്യതയുണ്ട്. സ്ട്രോങ് ഒരു ബൈയിങ് പ്രഷർ വരികയാണെന്നുണ്ടെങ്കിൽ, കാരണം ഇന്നലത്തെ മാർക്കറ്റിൽ ചെറിയൊരു ബൈയിങ് പ്രഷർ വന്നിട്ടുണ്ട്. നമുക്ക് ലോവർ ടൈം ഫ്രെയിമിലോട്ട് പോകാം. ലോവർ ടൈം ഫ്രെയിമിൽ നമ്മൾ ഇന്നലെ തന്നിട്ടുള്ള ലെവൽ ഇതിന് താഴോട്ട് 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,042 വരെ വരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സ് കയറി. പിന്നെ വീണ്ടും ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും അവിടെ ഫേക്ക് ബ്രേക്കൗട്ട് ആയിരുന്നു. ജസ്റ്റ് കയറിയിട്ട് പിന്നെ വലിയ വിക്ക് വന്ന് താഴോട്ട് മാർക്കറ്റ് വീണു.
രണ്ട് സൈഡിലോട്ടും നമുക്ക് ടാർഗറ്റ് കിട്ടിയിട്ടില്ല. കാരണം ഇവിടെ നിന്ന് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഇതുവരെ വരുമെന്ന് വിചാരിച്ചാണ് നമുക്കും നമ്മുടെ ഗ്രൂപ്പിൽ കൊടുത്ത കോളും ഇവിടെ നിന്ന് താഴോട്ട് മാർക്കറ്റ് കൊടുത്തതാണ്. പക്ഷേ ഇവിടെ എവിടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു, ഇൻട്രാഡേയിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ഫേക്ക് ബ്രേക്കൗട്ട് തന്നിട്ടാണ് പിന്നെ തിരിച്ച് മുകളിലോട്ട് കയറിയത്. നമുക്ക് ഇന്നത്തെ ലെവൽസ് നോക്കാം. നമ്മൾ ലോവർ ടൈം ഫ്രെയിമിൽ ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇന്നലെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹൈ എന്ന് പറയുന്നത്, ഇന്നലെ മാർക്കറ്റ് മെനഞ്ഞാന്ന് ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ഇന്നലെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടാണ്. കാരണം ഇന്നലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഒരു ഗ്യാപ്പ് അപ്പിലാണ്, ഓപ്പൺ ചെയ്തതിന് ശേഷമാണ് താഴെ വന്നിരിക്കുന്നത്. ആ ഹൈ വന്നിട്ട് ചെറിയൊരു ഫേക്ക് ബ്രേക്കൗട്ട് ആണെങ്കിലും അവിടെ ഒരു ഈക്വൽ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴോട്ട് വന്നിരിക്കുന്നത്. ഇവിടെ നിന്നാണ് ഇന്നലെ ഷോർട്ട് കവറിങ്ങും നടന്നിരിക്കുന്നത്. ഷോർട്ട് കവറിങ് നടന്നിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് നേരത്തെ ഡേ ടൈം ഫ്രെയിമിൽ കാണിച്ചതുപോലെ തന്നെ ഒരു സപ്പോർട്ട് ഏരിയ ആണ്. ഇവിടെ നേരത്തെ റെസിസ്റ്റൻസ് ആയിരുന്നതാണ്, അടുത്ത് വീണ്ടും ഇവിടെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് സ്ട്രോങ് സപ്പോർട്ട് ഏരിയ ആയിരിക്കും. ഇന്നലെ ഷോർട്ട് കവറിങ്ങിന് വേണ്ടിയിട്ട് സപ്പോർട്ട് എടുത്ത ഏരിയ ഒരു സ്ട്രോങ് സപ്പോർട്ടായിരിക്കും. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു ഏരിയ സ്ട്രോങ് സപ്പോർട്ടായിരിക്കും. നമുക്ക് ഇതിൽ ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ ഒരു ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു. ആ ട്രെൻഡ് ലൈനിലാണ് ഇന്നലെ മാർക്കറ്റ് ഒരു റിജക്ഷൻ വന്നിരിക്കുന്നത്. ഒരു ഫേക്ക് ബ്രേക്കൗട്ടാണ് ആ ട്രെൻഡ് ലൈനിൽ തന്നിട്ട് പിന്നെ താഴോട്ട് വീണത്. അപ്പോൾ ഈ ട്രെൻഡ് ലൈന് വീണ്ടും സ്ട്രോങ് ആയിട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ ഒരു ഹയർ ഹൈ ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഏതിന് മുകളിലാണ്? ഈ ഹൈക്ക് മുകളിൽ. ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിലും അടുത്തൊരു ഹൈ മിക്കവാറും ഈ ഒരു ട്രെൻഡ് ലൈനെടുത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇന്ന് ഇതിന് മുകളിൽ മാർക്കറ്റ് ചിലപ്പോൾ ഒരു ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്യുമായിരിക്കും. ഇത് ബ്രേക്കൗട്ട് കിട്ടണം. ഇത് ബ്രേക്കൗട്ട് കിട്ടി ഇതിന് മുകളിൽ പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും ലോവർ ടൈം ഫ്രെയിമിൽ അപ് ട്രെൻഡിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇന്ന് വരുന്ന ലെവലെന്ന് പറയുന്നത് ഇതിന് മുകളിൽ ഒരു സ്ട്രോങ് ബ്രേക്കൗട്ട് കിട്ടി മാർക്കറ്റ് മുകളിൽ സസ്റ്റെയിൻ ചെയ്യണം. സസ്റ്റെയിൻ ചെയ്തിട്ട് പിന്നെ ചിലപ്പം അടുത്ത ഈ ഒരു ട്രെൻഡ് ലൈനിലായിരിക്കും അടുത്ത സപ്പോർട്ട് എടുക്കാൻ വരിക. എവിടെ നിന്നാണ്? ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യാണ്ട് മാർക്കറ്റ് ഇതിന് മുകളിൽ ഒരു ഈക്വൽ ലോയോ അല്ലെങ്കിൽ ഒരു ഹയർ ലോയോ ക്രിയേറ്റ് ചെയ്ത് മുകളിലോട്ട് പോയിട്ട് തിരിച്ച് ഈ ട്രെൻഡ് ലൈനിൽ ഒന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് മാർക്കറ്റ് കയറണം. അങ്ങനത്തെ ഒരു പാറ്റേൺ വരികയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 25,500 മുകളിലോട്ട് മാർക്കറ്റ് കയറി പോകാൻ സാധ്യതയുണ്ട്. താഴോട്ടുള്ള ലെവലെന്ന് പറയുന്നത് താഴോട്ട് നമുക്ക് ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ നിന്ന് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, താഴോട്ട് അഥവാ മാർക്കറ്റ് ഇപ്പോൾ ഉള്ള ലോവർ ടൈം ഫ്രെയിമിലുള്ള ട്രെൻഡ് താഴോട്ട് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് താഴെ നമുക്കൊരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ വീണ്ടും സപ്പോർട്ട് എടുക്കും. അപ്പോൾ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഹൈ ക്രിയേറ്റ് ചെയ്യാൻ വരും. ആ സമയത്തും ഈ ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പം ഈ രണ്ട് റെസിസ്റ്റൻസും നോക്കുക. ഈ സപ്പോർട്ട് ലെവലും റെസിസ്റ്റൻസും ലെവലും രണ്ട് ട്രെൻഡ് ലൈൻ നോക്കുക. ഇന്നത്തെ മാർക്കറ്റിൽ മെയിനായിട്ട് നോക്കേണ്ട രണ്ട് ലെവൽസ് എന്ന് പറയുന്നത് ഇന്നലെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്വിങ് ലോയും സ്വിങ് ഹൈയും ആണ്. സ്വിങ് ലോ വരുന്നതെന്ന് പറയുന്നത് ഇവിടെയും സ്വിങ് ഹൈ വരുന്നതെന്ന് പറയുന്നത് ഇവിടെയുമാണ്. ഇന്നത്തെ മാർക്കറ്റിൽ ഇതിന് മുകളിലോട്ട് ഈ സ്വിങ് ഹൈ, ഇന്നലത്തെ സ്വിങ് ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അപ് ട്രെൻഡിലോട്ട് പോകും. അല്ല, ഇന്നലത്തെ ലോ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചിലപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ വരെ തന്നെ ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ട് ഒരു ഫോളിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇന്നലത്തെ സ്വിങ് ലോയും ഇന്നലത്തെ സ്വിങ് ഹൈയും പ്രധാനപ്പെട്ട രണ്ട് ലെവൽസ് ആയിരിക്കും ഇന്നത്തെ മാർക്കറ്റിൽ. ഈ രണ്ട് ലെവലും കൃത്യമായിട്ട് നോക്കുക. ഈ ഒരു ലെവലെന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു, പിന്നെ റെസിസ്റ്റൻസ് ആയിരുന്നു, പിന്നെ വീണ്ടും രണ്ട് റെസിസ്റ്റൻസ് ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പം അവിടെ നിന്ന് താഴോട്ട് വീണതാണ്. മെനഞ്ഞാന്ന് അത് സപ്പോർട്ട് ഏരിയ ആയിരുന്നതാണ്. അപ്പം ഇതൊരു സ്ട്രോങ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഒപ്പം തന്നെ നമുക്ക് ഹയർ ഹൈ ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇത് ബ്രേക്കൗട്ട് കിട്ടി മുകളിലൊരു ഹൈ ക്രിയേറ്റ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്കൗട്ട് കിട്ടി താഴോട്ടൊരു ലോ ക്രിയേറ്റ് ചെയ്യണം.
ഇതിനിടയ്ക്ക് മാർക്കറ്റ് നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്കാൽപ്പ് ചെയ്ത്, കാരണം മാർക്കറ്റ് ഇതിനിടയ്ക്ക് ഡയറക്ഷൻ ഇല്ല മാർക്കറ്റിന്. ഇതിൽ എങ്ങോട്ടെങ്കിലും ഒരു ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രമേ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. അതിനോടൊപ്പം തന്നെ ഇന്ന് നാരോ CPR കൂടെയാണ്, വെറും 3 പോയിൻറ്റിൻ്റെ CPR ആണ്. ചിലപ്പം ബ്രേക്കൗട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ബ്രേക്കൗട്ട് കിട്ടുന്ന ഏരിയയിലോട്ട്, സൈഡിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് ഞാൻ വേറെ ലെവൽസ് ഒന്നും വരയ്ക്കുന്നില്ല. നമുക്ക് ഇതിൽ മെയിനായിട്ട് വരുന്ന 2 ലെവൽസേ ഉള്ളൂ. 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 25,260 മുകളിലോട്ട് 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,261 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 320 പിന്നെ വരുന്ന ലെവലെന്ന് പറയുന്നത് 360 320 ഏകദേശം മുകളിലോട്ട് 100 പോയിൻറ്റിൻ്റെ ടാർഗറ്റാണ് ഈ ഒരു ഹൈ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ. താഴോട്ടുള്ള ലെവലെന്ന് പറയുന്നത് സ്വിങ് ലോ കട്ട് ചെയ്യണം 25,082. താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,000 വരയ്ക്കും ചിലപ്പോൾ മാർക്കറ്റ് പോകാനുള്ള സാധ്യതയുണ്ട്. 25 ഫ്രീ ഫോൾ ആയിരിക്കും മിക്കവാറും. ഈ ഒരു 25,082 ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ഫോൾ 25,000 വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട 2 ലെവൽസ്. എൻ്റെ ഒരു വ്യൂ അനുസരിച്ച് മാർക്കറ്റ് മിക്കവാറും ഈ ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് ആയിരിക്കും, സൈഡ് വൈസ് മാർക്കറ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഇൻട്രാഡേ ചാർട്ടിലോട്ട് പോകാം. ഇൻട്രാഡേ ചാർട്ടിൽ നമ്മുടെ ലെവൽസ്, ഇന്നലത്തെ ലെവൽസ് ഇതായിരുന്നു. ഓക്കെ, ഇവിടെ നിന്ന് നമുക്കൊരു മാർക്കറ്റ് സപ്പോർട്ട് തന്നു, റിവേഴ്സ് പോയെങ്കിലും പിന്നെ തിരിച്ച് നേരെ താഴോട്ട് വന്നു. ഇൻട്രാഡേ ലെവൽസിൽ ഇന്നലെ തന്നിട്ടുള്ള ലെവൽസിൽ മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്ത് കയറിയ ഏരിയയിലെന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നമുക്ക് ലെവൽസ് പിവറ്റായിരുന്നാലും ശരി തന്നെ, പ്രീവിയസ് സപ്പോർട്ടായിരുന്നാലും ഒന്നും തന്നെ ഇല്ലായിരുന്നു. മാർക്കറ്റ് ഇവിടെ നിന്ന് തിരിച്ച് കയറിപ്പോയി. ഇവിടെ നിന്നാണ് ഷോർട്ട് കവറിങ് നടത്തിയത്. ഈ ഒരു ഷോർട്ട് കവറിങ് കണ്ടിന്യൂ ചെയ്തിരുന്നുവെങ്കിൽ മാർക്കറ്റ് ഇന്നലെ തന്നെ ലോ ടൈം ഫ്രെയിമിൽ ഒരു ബുള്ളിഷ് സിഗ്നൽ തരുമായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് താഴോട്ട് മാർക്കറ്റ് വീണു. ഇന്ന് നാരോ CPR ആണ് 25,170 മുതൽ 25,173 വരയ്ക്കാണ് CPR വരുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ലെവൽസേ വരച്ചിട്ടുള്ളൂ. മുകളിലോട്ട് CPR ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,170 25,173 മാർക്കറ്റ് ഏകദേശം 200 പോയിൻറ്റിൻ്റെ റേഞ്ചാണ്. 25,071 തൊട്ട് 25,283 വരയ്ക്ക് ഏകദേശം 200 പോയിൻറ്റിൻ്റെ റേഞ്ചാണ്. ഇതിനിടയ്ക്കൊരു സൈഡ് വൈസിനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. CPR നാരോ CPR ആണെങ്കിലും ഇതിനിടയ്ക്ക് മൂവിനുള്ള സാധ്യതയുണ്ട്. 25,257 25,283 25,296 25,271 ഇതാണ് താഴത്തെയും മുകളിലത്തെയും ലെവൽസ്. കൃത്യമായിട്ട് ഇവിടെ നിന്ന് സപ്പോർട്ടോ ഇവിടെ നിന്ന് റെസിസ്റ്റൻസോ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. ഇവിടെ നിന്ന് താഴോട്ട് 15 മിനിറ്റ്സിൽ കൺഫർമേഷൻ ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രമേ താഴോട്ട് എൻട്രി എടുക്കാവൂ. മുകളിലോട്ടും 15 മിനിറ്റ്സിൽ സ്ട്രോങ് ബ്രേക്കൗട്ട് കിട്ടിയാലേ മുകളിലോട്ടും എൻട്രി എടുക്കാവൂ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ഇത് സപ്പോസ് മുകളിലോട്ടോ താഴോട്ടോ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇൻട്രാഡേ ലെവൽസ് വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. ലിങ്ക് താഴെയുണ്ട്, താല്പര്യമുള്ളൊരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.